കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ചേർന്ന് പാടാം. വന്ദനം തേ വന്ദനം. ജീവനാഥ ലോകനാഥ ആരാധിച്ചു സ്നേഹിച്ചുകൊണ്ടേറ്റ് പാടാം. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. എല്ലാവരും സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഹൃദയം കൊടുത്ത് കരങ്ങളുയർത്തി സ്തുതിക്ക്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം എല്ലാ മക്കളിലും നിറയണമേ, ലോകം മുഴുവനും നിറയണമേ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ മാനസങ്ങളെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധാത്മാവിൽ എന്നെ വീണ്ടും ജനിപ്പിക്കുവാൻ ആത്മാവിന്റെ വചനങ്ങളാല് വഴി നടത്തലുകളാല് റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുവാൻ കർത്താവേ എന്നെയും ദൈവ പൈതലാക്കുവാൻ എന്നിലേക്ക്
ആത്മാവിനെ ആവേശിപ്പിക്കണമേ. ശ്രുതികട കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളിലേക്ക് ആത്മാവിനെ വർഷിക്കണമേ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചേർന്ന് പാടാം. तुमको जग की जीवन दाता, तुमको जग की जीवन दाता, सुन लो मेरी पुकार. കർത്താവേ കാണണമേ, सुन लो मेरी കർത്താവേ കാണണമേ. सुन लो मेरी पुकार. जग की जीवन दाता, आओ यीशु देवा. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ ദൈവവേദന നീ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, കൈകൊണ്ട്, കണ്ണുകൊണ്ടെല്ലാം. അപ്പോഴൊക്കെ നീ വിചാരിക്കണം, നിൻ്റെ ഇല്ലായ്മയെല്ലാം വീണ്ടും ഇല്ലായ്മയെന്ന് ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഞങ്ങളൊക്കെ പട്ടം കിട്ടുന്ന സമയത്ത് ഞങ്ങളെ ബിഷപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ റെക്ടറച്ചനാണ് ഞങ്ങളെ പഠിപ്പിച്ച റെക്ടറച്ചനാണ്. ഞാൻ ആലുവയിലാണ് പഠിച്ചത്. അപ്പോൾ ആലുവയിൽ നിന്ന് റെക്ടറച്ചനെന്ന് വരാൻ പാടായിരുന്നു. വൈസ് റെക്ടറിനെ വിട്ടു. വൈസ് റെക്ടറാണ് ഇയാളെ പട്ടം കൊടുക്കാൻ വേണ്ടി അഭിഷേകത്തിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഏതാണ്ട് ഇതുപോലെ ഒരു കർമ്മമാണ് പരിശുദ്ധ അമ്മ ചെയ്യണത്. ഇല്ലായ്മക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കർത്താവിൻ്റെ അടുത്ത്. ദൈവ പൈതലെ, നിന്നെ ഇന്ന് നിൻ്റെ അമ്മ യേശുവിൻ്റെ മുമ്പിൽ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കൈയിട്ടിച്ച് ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാവരെയും അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കർത്താവിന്. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴേ, നമ്മളെ പരിശുദ്ധ അമ്മ ഈശോയുടെ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴേ, അമ്മ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇല്ലായ്മയെ കർത്താവിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ അമ്മ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താ കാര്യം? നമ്മുടെ ഇല്ലായ്മയെ കൂടി യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ജോലിയില്ല, അവളെ IELTS പാസ്സായിട്ട് അവൾ എഴുതിയിട്ട് പാസ്സാകണില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം വന്നത്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെടുത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ച നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അതായത് 5 പ്രാവശ്യം IELTS എടുത്ത് തോറ്റു. 5 പ്രാവശ്യം IELTS തോറ്റു. അപ്പോൾ
ആറാമത്തെ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്ത്. 6ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി പ്രകാരം പരിശുദ്ധ അമ്മ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉടനെ യേശുവിൻ്റെ അടുത്ത് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? പാവം 5 പ്രാവശ്യം IELTS എഴുതിയിട്ടുണ്ട്, പക്ഷേ 5ഉം തോറ്റു. അവളുടെ മനസ്സിടിഞ്ഞിരിക്കുകയാണ്. അവളുടെ മനസ്സ് വിടിഞ്ഞ് അവർക്ക് മാർക്കും ഇല്ല. 2 കാര്യവും അമ്മ പറഞ്ഞ്. അപ്പോൾ 6ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ ജയിക്കുക തന്നെയല്ല, പിന്നെ അത് ഗ്രീൻ ചാനലിലൂടെ പോണത് ഭയങ്കര രസമാണ് കാണാൻ. അമ്മ നിനക്ക് മാർക്ക് തന്ന് ജയിപ്പിക്കുമ്പോൾ മാർക്ക് പത്രത്തിൽ ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് കണ്ടുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയില്ല. അമ്മ നിനക്ക് മാർക്ക് തന്ന് ജയിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ജോലി കിട്ടിയെന്നതിൻ്റെ അർത്ഥം. കൈയിടിച്ച് ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നി, അയ്യോ ഉടമ്പടി എടുക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ, ഉടമ്പടിയിലെ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊരു ഐഡിയ ഇല്ല. ഇപ്പം ജോലി എങ്ങനെ കിട്ടും, കടമെങ്ങനെ പരിഹരിക്കും, രോഗം എങ്ങനെ സുഖപ്പെടും, നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എപ്പോഴും ദൈവം പറയുന്നത് എന്താണ്? ഇന്ന് കാണുന്ന നാളെ കാണത്തില്ലെന്ന് പറയും. മാസത്ത് പ്രശ്നങ്ങൾ കൂടുമ്പോഴേ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ ബൈബിൾ എന്താ പറയണത്? നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറയും. അതാണ് സംഭവം. ഇന്ന് കാണുന്ന സിസ്റ്റ്, ഇപ്പോൾ ഉടമ്പടി, ഇപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ സിസ്റ്റ് ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ വീണ്ടും സ്കാൻ ചെയ്ത് അപ്പോഴും സിസ്റ്റ് ഉണ്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സിസ്റ്റ് കാണുന്നില്ല. എത്ര സാക്ഷ്യം വേണം നിങ്ങൾക്ക് യൂട്യൂബിൽ? അപ്പോൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ കണ്ണീരിനെ പെടുത്തുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, ഇപ്പം ചിലർ നമ്മളെ മാത്രം നോക്കി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കും. നമ്മളെ മാത്രം ഓഫീസുകളിലൊക്കെ നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പാരപണിയും ഇല്ലേ? എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓഫീസുകളിൽ ഓരോരുത്തർ അനുഭവിച്ച് കൂട്ടുന്നത്. അപ്പോൾ നമ്മളോർക്കും ദൈവമേ എന്തെല്ലാം സ്ഥലത്ത് ഇടിവെട്ടണ, അവൻ്റെ വീട്ടിലൊന്ന് ഇടിവെട്ടിച്ചാൽ മതിയായിരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കൊണ്ട് പറഞ്ഞു പോകണതാണ്. ആ തെറ്റും ശരിയല്ല ഞാൻ അതിനെക്കുറിച്ച് പറയണത്. പക്ഷേ ഇവരൊക്കെ അവിടെ അവരൊക്കെ പൈസ ഉണ്ട്, യൂണിയനിൽ ഭയങ്കര പിടിപാടാണ്, സർക്കാരുമായിട്ട് ബന്ധമുണ്ട് ഭയങ്കര. ഇവരൊക്കെ ആരെ തൊടാനാണെന്ന് പറയും. ആരെ തൊടാനാണെന്ന് നീയൊന്നും പറയണ്ട. അമ്മ ഇങ്ങനെ കൈ നീട്ടി അവൻ തൊട്ടിരിക്കും അവിടെ. ഞാനിവിടം വരെ എത്ര മുമ്പ് കുറേ ആൾക്കാർ ഇത് പലതരത്തിലുള്ള പണിയൊക്കെ ഇച്ചിട്ടുണ്ട്. അവസാനം പുള്ളിക്കാരത്തെ വന്ന് ഇങ്ങനെ തൊട്ടു. അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പം നീ ഓർക്കണം, നിൻ്റെ പ്രതിയോഗികൾ നാളെ നിൻ്റെ സ്നേഹിതരായിട്ട് മാറും. ആ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്ന് പ്രഖ്യാപിച്ച് കൈവർത്തിക്കൊണ്ട് എൻ്റെ പ്രതിയോഗികൾ ദൈവനാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നാളെ എൻ്റെ സ്നേഹിതരായി മാറും. എൻ്റെ ഇല്ലായ്മകള്, എൻ്റെ രോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ പരിശുദ്ധ കുർബാനയെ സാക്ഷ്യമാക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. നാളെ അത് സൗഖ്യമായി മാറും. എൻ്റെ കടങ്ങള് നാളെ ഈശോയുടെ നാമത്തില് ഞാൻ പ്രഖ്യാപിക്കുന്നു. നാളെ അത് ധനമായി മാറും. എന്റെ തോൽവികള് ഈശോ നാമത്തില് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ വിജയമായി മാറും. ശ്രുതികട്ടെ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും, ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ദിവ്യകാരുണ്യ അനുഭവം നൽകണമേ. ഈശോയെ ആരാധന.
Praise the Lord. നമ്മൾ ആ ഡേസി ജോസിൻ്റെ വിഷയമാണ് എടുത്തത് ആദ്യം. പിന്നെ ഈശോ ആത്മാവ് വരെ രീതി കൊണ്ടുപോയി. പക്ഷെ നന്നായി, വളരെ നന്നായി. ഡേസി ജോസിൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മകൻ പറഞ്ഞ പോലെ നെബോഷ അത് പഠിച്ചു. പക്ഷേ ഇവർക്ക് ജോലി എവിടെ നിന്ന് കിട്ടുമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോഴറിയാവുന്ന എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തു എന്നറിയാം, അത്രയേ ഉള്ളൂ. വേറെ അറിവൊന്നും വേണ്ട മക്കളെ, വേറെ അറിവൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെ വീടും കടം വീടും, അങ്ങനെ ഒരു അറിവ് വേണ്ട. അത് നിങ്ങളെ ബുദ്ധി അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ വേണ്ടത്. നമ്മളെ ഓരോ ബുദ്ധി ഉപയോഗിക്കത്തില്ലേ, അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉത്കണ്ഠകളെല്ലാം ഇൻ്റലക്ച്വലായിട്ടുള്ള ആങ്സൈറ്റിയാണ്. പറഞ്ഞ് മനസ്സിലായ, നിങ്ങളെ ബുദ്ധി കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആങ്സൈറ്റി ഒരു ഇൻ്റലക്ച്വൽ ആങ്സൈറ്റിയാണ്, ബൗദ്ധികമായ. ഇപ്പം ഈ സ്ത്രീ സഹോദര പേരെന്താ, അതായത് ഡേസി ജോസിന് ഈ പ്രശ്നമുണ്ടായി. എങ്ങനെയാണ് ഇവന് രക്ഷപ്പെട്ട് വരണതിനെക്കുറിച്ച് അറിയത്തില്ല. അറിയാവുന്ന എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് മതി, ആ ഒരു അറിവ് മതി. എന്താ കാര്യം വെച്ചാൽ, ദൈവം ഈ വിഷയത്തിൽ ഇനി തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്യണം. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി. അത് അമ്മയുടെ മധ്യസ്ഥത്തിൽ അവൻ പറഞ്ഞതുപോലെ അല്ല, അമ്മ പറഞ്ഞ പോലെ അല്ല, ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാവുന്നു. സിമ്പിളല്ലേ, ഈശോ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളാവുന്നു. ഇപ്പം ചില സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ കൃപാസനത്തിനെതിരെ അറിയാൻ പാടില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ക്രിറ്റിസിസമൊക്കെ ചെയ്യും. പക്ഷേ ഉടനെ മറുപടിയും വരും. ആരെങ്കിലുമൊക്കെ മറുപടി പറയും. എന്താണ്, അത് അച്ഛനൊരു ഇടവക വികാരിയാണ്. കാര്യമെന്ന് വെച്ചാൽ അച്ഛന് രൂപതയുണ്ട്, ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരക്കാനും നോക്കാനും അന്വേഷിക്കാനും ഒക്കെ രൂപതയുണ്ട്. രൂപത കഴിഞ്ഞിട്ട് KCBC ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് വരണ്ട, കൃത്യമാണ് മറുപടി. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ വിഷയങ്ങളുണ്ടാകാം. പക്ഷേ എപ്പോഴും വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം ഒരു പക്ഷേ വിശ്വാസിക്ക് പലപ്പോഴും പുതുതായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത്. അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കിട്ടിയ തന്ന പ്രാർത്ഥനയായത് കാരണം പല വിഷയങ്ങളും സാധാരണ ഫോർമാറ്റിലല്ല ഇത് വർക്ക് ചെയ്യണത്. ഇപ്പം തന്നെ ഈ ഡേസി ജോസിൻ്റെ വിഷയം എന്താ, അവളുടെ മകന് ജോലിയില്ല എന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ വെറുതെ റോഡിലോട്ട് പോയതാണ്. ഒരു വിഷയം, സ്റ്റോറി വർക്കൗട്ട് ചെയ്യണം നോക്കണം. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് വന്ന സ്റ്റോറി വർക്കൗട്ട് ചെയ്യുന്ന രീതി നോക്കണം. ഇവൻ വെറുതെ റോഡിലോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നു. പഴയ കൂട്ടുകാരൻ അപ്പോഴവൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവനെ കണ്ട് അവനോട് പഴയ പരിചയം പുതുക്കി വന്നിടാ, ഞാൻ ജോലിയില്ലാതെ നിൽക്കുകയാണ്, അവിടെ വല്ല രക്ഷമുണ്ടാകുന്ന ചോദിക്കും. നമ്മൾ സാധാരണ ചോദിക്കുകയല്ലേ. അപ്പോഴവന് ഇവനോട് പറയണത്, നീ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നീ വിസിറ്റ് എടുത്ത് അങ്ങോട്ട് വരാൻ പറയും. വിസിറ്റ് എടുത്തിട്ട് ദുബായിലേക്ക് ചെല്ലാൻ പറയും. പക്ഷേ പ്രോബ്ലം എന്താണ്, അവിടെയും എടുത്തിട്ട് ചെല്ലാനേ പറയുന്നുള്ളേ, അല്ലാതെ ഒരു ജോലി കണ്ടിട്ട് പറയണമല്ല. ഇവനൊരു ജോലി ഇന്ന ആളിനോട് പറഞ്ഞിട്ട് ഇവന് കൊടുക്കാം എന്നെല്ലാം പറയണത്. സത്യം പറഞ്ഞാൽ പരുവക്കാരാണെന്ന് പറഞ്ഞാൽ മതി, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഉടമ്പടി എടുത്തില്ലെങ്കിൽ അവൻ ജോലി കണ്ടിട്ടേ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തവൻ, നീ വിസിറ്റ് എടുത്ത് വാ എന്ന് പറയുന്നവൻ ഇവന് എന്ത് ജോലി കൊടുക്കും, എവിടുന്ന് കൊടുക്കുമെന്ന് ഇവന് ഐഡിയ ഇല്ല. അപ്പം എന്നിട്ട് അവൻ പറയണേ, നീ വിസിറ്റ് എടുത്ത് വരാൻ പറയുകയാണ്. അപ്പോൾ വിസിറ്റ് എടുത്ത് വരാൻ പറയുമ്പോൾ ഇവൻ വിസിറ്റ് എടുത്ത് പോയിട്ട് ഇവൻ്റെ കൂടെ മുറി താമസിക്കുകയാണ്. പിന്നീട് കുറേ അവൻ്റെ ബയോഡേറ്റയൊക്കെ CV ഒക്കെ എല്ലായിടത്തും കൊടുത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോടത്തും വിളിയുമില്ല, പറച്ചിലുമില്ല. ആ കൂട്ടുകാരൻ്റെ ഭക്ഷണം കഴിച്ചാൽ അവിടെ താമസിക്കണം. അവിടെ പെട്ടെന്ന് വേറൊരു ഒരുത്തം ആ ഫ്ലാറ്റിൻ്റെ അവിടെ ഒരുത്തം ബൈക്ക് കൊണ്ടുവന്ന് നിർത്തി. ആ ബൈക്കുകാരന് ഈ റൂംമേറ്റിന് പരിചയമുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചേടാ, എൻ്റെ കൂട്ടുകാരൻ വന്ന് നിന്നിട്ട് 5-6 ദിവസമായി, നിങ്ങളുടെ കമ്പനി വല്ല രക്ഷമുണ്ടാകുന്ന ചോദിക്കും. ഇവിടെയൊക്കെ ഒന്നും ഉറപ്പുള്ള കാര്യമല്ല. ഉറപ്പില്ലാത്ത വഴികളിലൂടെ ഉടമ്പടി പോണത് നിങ്ങളറിയണം. അതായത് അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ പറയും പാകിസ്ഥാൻകാരനാണ് മാനേജർ, എങ്ങനെ വരുമെന്ന് അറിയാൻ പറ്റുമെന്ന് പറയും. പാകിസ്ഥാൻകാരനാണ് മാനേജർ, പക്ഷേ എങ്ങനെ വരുമെന്ന് അറിയാൻ പാടില്ല, എന്നാലും നീ വാന്ന് പറയും. ഇവനോടെ ചെല്ലും.
ഇൻ്റർവ്യൂ നടക്കും. ഇൻ്റർവ്യൂ നടന്ന് ഈ പാകിസ്ഥാൻ മാനേജർ ഇവനെ ജോലിക്കെടുക്കും. അപ്പോൾ ജോലിക്കെടുക്കണമല്ല പ്രശ്നം, ജോലിക്കെടുത്തതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് ഇവന് 3 മാസം കൂടുമ്പോൾ ശമ്പളം ഇങ്ങനെ വർദ്ധിക്കും. ശമ്പളം വർദ്ധിച്ചു, 1ാമത്തെ പ്രാവശ്യം വർദ്ധിച്ചു, പിന്നെ 2ാമത്തെ 3 പ്രാവശ്യം വർദ്ധിച്ചു. 3ാമത്തെ പ്രാവശ്യം വർദ്ധിച്ചപ്പോൾ ഇത് ഇരട്ടിയായപ്പോൾ ഇവന് പേടിയായി. എന്താ കാര്യം? ഈ HR-ന് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ഇവൻ നേരെ ഈ പൈസയും കൊണ്ട് ഓഫീസിൽ ചെന്നപ്പോൾ സാറേ തെറ്റിപ്പോയിട്ടെന്ന് തോന്നണേ, എൻ്റെ ശമ്പളത്തിൽ വരണമെന്ന് തോന്നാമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ പറഞ്ഞു നിൻ്റെ ശമ്പളം തന്നെയാണ്, നിനക്ക് വേണ്ടെങ്കിൽ വെച്ച് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ ഇതെന്ത് സംഭവിക്കണത്? ദൈവം നമുക്ക് തരുമ്പോഴേ അമർത്തി കുലുക്കി വാഗ്ദാനങ്ങളല്ലേ. അതായത് നമ്മൾ 6:36 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എന്താണ്? ദൈവം തരുമ്പോഴേ. അപ്പം നിങ്ങളെന്താ സംഭവിക്കണമെന്ന് അറിയാം? ദൈവം തരുന്നതായിട്ട് കണക്കാക്കത്തില്ല ചില ആൾക്കാർ. കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ദൈവം തരുന്നതായിട്ട് കണക്കാക്കണം. ശ്രുതികട്ടെ ശ്രുതികട്ടെ അതിശക്തമായി ശ്രുതികട്ടെ, അതിശക്തമായ ശ്രുതികട്ടെ, ശക്തമായ ശ്രുതികട്ടെ. കരങ്ങൾ തുറന്നു പിടിച്ച് മകളെ വയറ്റിൽ രോഗമുള്ളൊരു വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണേ, കർത്താവ് സുഖപ്പെടുത്തും. ഞാൻ ഈ ദിവസങ്ങളിൽ കുറേ വിഷമിച്ചൊരു വിഷയമാണ്. ഒത്തിരി പേരുടെ വയറിങ്ങനെ കല്ലച്ചൊക്കെ ഇരുന്ന് ഇവിടെ വന്നവർ, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവരുടെയൊക്കെ അതിൻ്റെയൊക്കെ വിഷമം എൻ്റെ മനസ്സിലുണ്ട്. കരള് രോഗമുള്ളവർ കരളിൻ്റെ അവിടെ കൈവെക്കണേ. ഈ ഹൃദയത്തിൻ്റെ താഴെ കരൾ വർക്ക് ചെയ്യുന്ന അവിടെ കൈവെക്കണേ. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരും ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർ അടിവെറ്റി കൈവെക്കണം. പിസ്റ്റുല, PCOD, ആരിസസ് രോഗങ്ങൾ അടിവെറ്റി കൈവെക്കണം. നടുവിന് വേദനയുള്ളവരുണ്ട്, നടുവിട്ടു പോകുന്ന പോലെയുള്ള സങ്കടങ്ങൾ വേദനയുള്ളവർ നടുവിന് കൈവെക്കണം. അവിടെ തന്നെയാണ് കിഡ്നി രോഗം ഉള്ളവരും കൈവെക്കേണ്ടത്. കിഡ്നി രോഗമുള്ളവർ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ ഓർക്കണം, ലോകത്തിലെ അമ്മ ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഞാനും അമ്മയും തമ്മിൽ 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് 1 മീറ്റർ. ആ അമ്മയുടെ മധ്യസ്ഥലാണ് നിങ്ങൾ വയറെ കൈവച്ചിരിക്കുന്നത്. എനിക്ക് നിർബന്ധമാണ് നിങ്ങൾ സുഖപ്പെടണമെന്ന്, നിങ്ങളുടെ സിസ്റ്റുകൾ മാറണമെന്നും നിങ്ങളുടെ പെരുപ്പ് മാറണമെന്നും മക്കളില്ലാത്തൊരു പ്രത്യേകിച്ച് കൈവെക്കണം. നിങ്ങൾക്ക് അണ്ടം ഇല്ലെന്നൊക്കെ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല, അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അണ്ടം സൃഷ്ടിക്കുന്നതും എപ്പോൾ സൃഷ്ടിക്കേണ്ടതും ഒക്കെ എല്ലാം കർത്താവാണ്. നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയാണ് പറയണത്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇത്തിരി ബുദ്ധി കുറവുണ്ട്, ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, പരീക്ഷ വേണ്ട വിധം പഠിക്കാൻ പറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തലേ കൈവച്ചോ. ഇപ്പോഴേ പഠിച്ചിട്ട് തലേ കയറണില്ല അച്ഛാ, ഒന്നും ഓർമ്മ നിൽക്കണില്ല അച്ഛാ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, അവർ തലേ കൈവെക്കുക. ഒട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ആ കുഞ്ഞുങ്ങളില്ലെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ വയറ്റിലാണെങ്കിൽ വയറ്റിൽ കൈവച്ചാൽ മതി. ഒട്ടിസം ബാധിച്ച കുഞ്ഞ്, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞ് നിൻ്റെ കയ്യിലില്ല, ഇപ്പം നിൻ്റെ കൂടെ ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പം നീ ആ കുഞ്ഞിനെ തന്ന വയറ്റിൽ നീ കൈവച്ചാൽ മതി. അമ്മ അത്ഭുതം പ്രവർത്തിക്കട്ടെ. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണ ഒരു സമയമാണ്. യേശു ജീവനോടെ ദിവ്യസക്രാരിയിൽ ഉണർന്നു നിൽക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കളെ സ്തുതിച്ചാൽ മാത്രം മതി. സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവായി സുമിശിയായി ഇപ്പോഴും ഓരോരോ സ്ഥലങ്ങളിലെ കൈവച്ചുകൊണ്ട് അങ്ങനെ മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിസ്റ്റുല രോഗികള്, PCOD രോഗികള്, RSS രോഗികള്, നടുവേദനക്കാര്, കർത്താവേ ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ,
കർത്താവ് ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തുന്ന കാണിച്ചു തരുന്നുണ്ട്. ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നത് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവർ സുഖപ്പെട്ടുകൊണ്ടിരിക്കണേ. 7 പേരെങ്കിലും സാക്ഷ്യം പറയും. 7 പേരെങ്കിലും സാക്ഷ്യത്തിലേക്ക് വരും, സത്യമായിട്ട് വരും. കർത്താവേ, നിന്റെ ഉന്നതമായ നിന്റെ വലതുകരം, നിന്റെ ഉന്നതമായ വലതുകരം ബ്രസ്റ്റിന് വെക്കണമെന്ന് കർത്താവേ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരുടെ ബ്രസ്റ്റ് വെക്കണം പ്രാർത്ഥിക്കുന്നു. PCOD രോഗികള്, രക്തസ്രാവ രോഗികള്, കരൾ രോഗിക്കാര്, മഹോദര രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. ഒലിപ്പുകളുള്ളവർ കർത്താവ് ഓരോ സമയത്ത് കർത്താവ് ഡിസ്ക്രിപ്ഷൻ ഉള്ള കർത്താവ്, അതുപോലെ സെക്രീഷൻസ് ഉള്ളവർ കർത്താവ് ഒലിപ്പ് രോഗികളെ സ്പർശിക്കുന്ന കർത്താവ്, ബ്ലഡ്, കണ്ണുനീര്, മൂത്രം, മലം ഇതൊക്കെ അറിയാതെ പോകുന്നവരെ കർത്താവ് അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ 35 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്തിലെ യേശുനാമത്തിലെ മാരക രോഗങ്ങള്, തീരവേദികള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുകുതിരി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. മെഴുതിരി പോലെ ഹൃദയം ഒരുങ്ങും നേരം. എരിയും മെഴുകുതിരി, മെഴുതിരി പോലെ ഹൃദയം ഒരുങ്ങും നേരം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ദിവികാരുടെ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഭക്തിയാവണങ്ങുക സാഷ്ടാംഗം വീണ ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികൻ സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്കിടും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിൻ തന്റെ ഏകജാതൻ സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിൻ ഔവേദം നിസ്തുല ആശീർവദിക്കുന്ന കർത്താവേ, ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങള് ദൈവികാരുടെ ഈശോ ആശീർവദിക്കുകയാണ്. ദൂരങ്ങളിലായിരുന്നു കൊണ്ടും വ്യത്യസ്ത മുഖങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായ ഉടമ്പടി നിയോഗങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ